അപ്പോൾ ഇന്ന് 17ാമത്തെ നോമ്പാണ്. ഇന്ന് 17 നോമ്പായിട്ട് നമുക്കൊരു വലിയ സ്പെഷ്യൽ ദിവസം. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വലിയ സ്പെഷ്യൽ ദിവസമാണ്. അപ്പം അതെന്താണെന്ന് നമുക്ക് വഴി അറിയാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ദിവസം, ആ വലിയ ഇതുണ്ടെന്ന് പറഞ്ഞത്. നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അർഹതപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കുന്നതാണ്. ഇതെല്ലാ വർഷവും കൊടുക്കും, ഈ വർഷം മാത്രമല്ല. വീട്ടു സാധനങ്ങൾ എല്ലാം അവരെ വീട്ടിൽ എത്തിച്ചു കൊടുക്കും. നമുക്കറിയാവുന്നവരും ഇനി അങ്ങനെ പരിസരത്തുള്ളവരും കുറച്ച് ആൾക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാക്കിങ് നാളെയാണ്. അപ്പോൾ നാളെ ഞായറാഴ്ച ആകുമ്പോൾ ലൈൻ ഫ്രീ ആവും. അപ്പോൾ നമ്മൾ നാളെ പാക്ക് ചെയ്യും. അപ്പോൾ ഇന്ന് സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. നാളെ പാക്ക് ചെയ്യുന്ന വിശേഷവുമായിട്ട് ഞാൻ നാളെ വരാം. അപ്പം ഇന്ന് നമ്മളോട് നോമ്പ് തുറക്കാൻ ട്രെയിന് റംസാൻ ഇന്നലെ വന്നതാണ്. അല്ല, ഞാൻ വീഡിയോയിൽ കാണിക്കാൻ മറന്നു. അപ്പോൾ ഇന്ന് നമ്മളോട് നോമ്പ് തുറയ്ക്ക് വേണ്ടി അവർ ഉണ്ടാവും. അപ്പോൾ അവരും കൂടെ ഉണ്ട്, അത് പറയാൻ വിട്ടുപോയി ഞാൻ. അപ്പം നാളെ രാവിലെ കാണാം. അങ്ങനെ നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങാൻ പോകുന്നു. അതുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓരോന്നായിട്ട് ഇവിടെ നിന്ന് അവിടെ വെളിയിൽ കൊണ്ട് വെച്ച്, വെളിയിൽ നിന്ന് അകത്തുകൊണ്ട് വെച്ച്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഇരുന്നാണ് പാക്ക് ചെയ്യാൻ പോകുന്നത്. അവിടെയൊക്കെ ഒതുക്കണം പാക്കിംഗ് വിശേഷങ്ങൾ കാണാം. എല്ലാരും കുളിപ്പിച്ച് റസൂല കുട്ടന്മാരാക്കി വന്നപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം മുറിച്ച് കഴിഞ്ഞാൽ എല്ലാരും ഉണ്ടല്ലോ. അതൊക്കെ കൈ കഴിയുക. നമ്മൾ ഇതിനേക്കാൾ എത്ര കൈ കറുത്തിരിക്കുന്നു. ആ കേടായത് അങ്ങോട്ട് ബാക്കിലോട്ട് ഇട്ടല്ലേ. കേടായത് ഒന്നും ഇടരുത് കേട്ടല്ലേ. കേടായത് അവിടെ വിരിച്ചിട്ട് അവിടെ ഇരി. നെക്സ്റ്റ് നമ്മൾ കൊച്ചുള്ളിലേക്ക് കിളക്കും. സവാള ആയിരുന്നു ഇപ്പോൾ കൊച്ചു. നല്ലതായിരുന്നു. ബാക്കി എല്ലാത്തിൻ്റെ അതൊന്നും കൂടെ ഉണ്ട്.
ആ ഒന്ന് കിലോ ഉണ്ടല്ലോ 1 കിലോ സോറി ഒരു കിലോ ഉണ്ടല്ലോ 30 കിലോ ഇല്ല. വെളുത്തുള്ളി എടുക്കാനാണ് മറ്റേ മതിയടാ. ഓ 1 കിലോ ഇത്രയും വേണം. അത്രയും അത്ര വേണ്ട. നീത്താ അത് മാറ്റി മച്ചാൽ തോന്നിത്തരാം ആവശ്യം വെച്ചുള്ളത് മതി. ആരെ കാണുന്നു ആര് കാണുന്നു ഇത്ര ഇരുന്നാ ഓ നമ്മളെ സബ്സ്ക്രൈബർ. ഇഞ്ചി പറ്റി ചെറിയ കവർ മതി. ആര്യയുടെ എന്താ ഇത്ര വലുതൊക്കെ ഞാൻ അതിൽ ഓടിച്ചിടാന് ഓ അയ്യ അത് ഭയങ്കര പാട് അതിന്റെ ചെറിയ കവറാണ് ആ ഈ കവറിനകത്തിട്ടുണ്ട് മറ്റേ വെള്ള കവർ വെള്ളക്കവർ ഓടിക്കേണ്ട ഒന്നിടാൻ അറിയാലോ ഇടാം ഇഞ്ചി ഭയങ്കര പാട് ഇഞ്ചിയിലെ കവർ വെക്കാനാണ് പാട് ചെറുതാണെങ്കിൽ ഒരു 3-4 നെയ്യ്, വലുതാണെങ്കിൽ 2. അതാ ഇത്രയാണ് അത് കൊടുക്കാം. ഇതൊക്കെ 1 കിലോ വേസ്റ്റ് ആക്കണ പോലെ ഉണ്ട് കുറച്ചുകൂടെ നടുക്കോട്ട് തട്ടെങ്കിൽ ഇവിടെ ഇപ്പൊ സീറ്റ് പിടിച്ചോ പിന്നെ പോവും. ചവറില്ലാതെ നുള്ളിപ്പറക്കിയിടെ ചവറ് വാരിയിടല്ലേ ഒരെണ്ണം കൂടി ഇട്ടുണ്ട് അവിടെ തന്നെ ഇതാ അവിടെ വെച്ച് മതിയാ ആ അത്യാവശ്യം മതിയോ? ഇവിടെ പോയി. എനിക്ക് റൂമില് ഓ ഇന്ന് തൊണ്ട ഹായ് സാഫ. കെട്ടാ അറിയാമോ ഓ ഇത് വെക്കാൻ പിന്നെ എങ്ങനെ റബ്ബർ ബാൻഡുണ്ട്? റബ്ബർ ബാൻഡ് തികയില്ല കുറച്ച് റബ്ബർ ഞാൻ ബാൻഡ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു റബ്ബർ ഇട്ടാൽ മതി എന്നാ റബ്ബറൊക്കെ ഉണ്ട് ഇങ്ങനെ ഒരെണ്ണം ഇങ്ങനെ കൊടുത്താൽ മതി അവളെ അവളിത് ദാ ഇങ്ങനെ ഇട്ടാൽ മതി ഇങ്ങനെ ആക്കുക
നീ എന്തരാക്കി വെച്ചിരിക്കുന്നത്? അതിങ്ങനെ ആക്കണം, ഇങ്ങനെ പിടിക്കണം, എല്ലാം കൂടെ ചുരുട്ടണം, ഇങ്ങനെ ഒരു മടക്ക് മടക്കണം. വാങ്ങിട്ടോ ഞാൻ ചെയ്തു. ഇത് എത്ര പാടായാലും നമ്മൾ എന്തൊരു സംഭവം നോക്കട്ടെ. ഗൈസ് ഇതാണ് മാങ്ങ. അരിക്കൊക്കെ തേക്കവറുണ്ടോ? അരക്ക് വലിയ കവറുണ്ടായിരുന്നു. ഞാൻ 1/2 കിലോ വാങ്ങിച്ചില്ല. 1/4 കിലോ, 1 കിലോ, 5 കിലോ. 1/4 കിലോ, 3 കിലോ, 5 കിലോ. മതി കുറേ മതി. 300 300 ഇത്രയും മതിയാവും. ഈ അളവിൽ ഇട്ടാതീന്ന് പറക്കി പറക്കി കയ്യില് 3, നിന്റെ കയ്യിൽ 5 കൈയിട്. എത്ര 5 കൈയിടാനാ? ഭാര്യ ഇട്ടാ മതി, എണ്ണയൊന്നും ഇട്ടേണ്ടത്. നിങ്ങളെ കയ്യില് മതി. അതിവിടെ കീരി ഓൾറെഡി ഇവിടെ ഉള്ളത്. വാങ്ങാൻ കവർ എടുക്കാം. കവറ് Guys, come on. Next. അടുത്ത അരിയല്ല. അരി എത്ര അപ്പൊ എത്രയല്ല 300. ഇതിങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് ഇത് 300 വരും. 300 അല്ല, അത് 5 കിലോ. അത് 5 കിലോ, ഇത് 300. My God. അരി എത്ര? 5. ഇത് അരിയില്ലല്ലോ, ഇത് മുളകില്ല. മുളക് വരും. അതിന്റെ അടിയിലുണ്ട് 24. സംസാരം കുറച്ച് നീങ്ങി വെച്ചാൽ അങ്ങോട്ട്. അയ്യോ 2 മുളക് എടുക്കണം. പച്ചമുളക് എടുത്താൽ 2 പച്ചമുളക്. 2 പച്ച അതല്ല തറന്നു അതും പിന്നെ നീ ഇരിക്കണം അവിടെ ഒരു പച്ചമുളക്. നീ എനി വൈന നിന്റെ ബാക്കി പോയി. ഇത് 300. വൈന കൈ മാറ്റേ, നിന്റെ ബാക്കി നീ കൈ മാറ്റ്. അത് വെച്ചിട്ട് കൈ മാറ്റ്. കയ്യിട്. എത്ര 340. ഞാൻ സവാ 340. ഇത് ബാക്കി വരിക. തെറ്റെന്നാണ് മാറ്റി. ഇതാ ഈ കെട്ട അറിയാം. ഇനി ആ സമയം കൊണ്ട് അത് എടുത്ത് വെച്ചെടുക്കാം. അങ്ങനെ എന്റെ കെട്ടാണ്. ആരാ അവസാനം വെയിറ്റ് പറ്റി? ആ ബക്കറ്റിന് എടുത്താൽ ശരിയാണ്. 300 എത്ര? 330. 30 വേണ്ട. 300. ഞാൻ 300 ഇടുമ്പോ അവളാണ് കൂടുതലായിട്ട് ഇട്ടത്. കണ്ടോ? 300 കറക്റ്റ് 300.
മറ്റേത് 340 ഉണ്ടായിരുന്നു. ആ പേപ്പർ മാറ്റിയാണ് 26 പേപ്പറിന് വെയിറ്റ് പറക്കിടാ ഞാൻ നോക്കുന്നു. എത്ര 25 അഞ്ചോ അല്ല 26 പിടിച്ചോ. ഇത് പുറത്ത് പോയി എന്നിട്ട് 10 ഇല്ല എവിടെ പോയി കൈ മാറ്റി 3.910. അതൊരു ബക്കറ്റ് എടുക്കാറുണ്ട്. ബക്കറ്റ് മടക്കി ഇതാ പുതിയ ലെഗ് അതിന്റെ മുളകിട്ടത് മതിയേ. ഞാനും ചെയ്തു. ചെറിയ ബക്കറ്റ് 5.280. 5 ഉണ്ടല്ലോ 250 4 കട്ട് 47 730 4 5 കിലോ കയ്യേറി 430. ഇതിലും കാണാൻ പറ്റില്ല. താഴെ അരിയിലത് വെച്ചിട്ടേ തക്കാളി എത്ര തക്കാളി എത്ര അങ്ങനെ കുറേശ്ശെ മതിയായി. എത്ര തക്കാളി? 1/2 കിലോ. 1/2 കിലോ എത്ര തക്കാളി? 780. ഈ കറക്കി വെച്ചാൽ ഞാൻ തൂക്കി പോകും. 12 നല്ല സൗണ്ട്. അത് പിടിച്ചോണ്ടാ മതി. ഇത് കുക്കർ പിടിച്ചോണ്ടാ മതി. ഇത് പിടിക്കണ്ട, അത് നീങ്ങിപ്പോവും. ഞാൻ ചിലപ്പോ ഇങ്ങനെ ആയിക്കോ. മതി 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 മതി. അടപ്പ് ഇവിടെ, അടപ്പ് പ്രസ് ചെയ്ത് വെച്ചിട്ട് എന്നിട്ടൊരു തിരിപ്പ് അത്രേ ചെയ്യാവൂ. മതി, പൊട്ടിപ്പോന്ന്. ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഇതാകും. അത്ര താഴെ താഴെ അങ്ങോട്ട് ഒതുക്കി പോയി. അല്ല ഇന്നുണ്ട്. നീ ഇല്ലാന്ന് പറഞ്ഞ പിന്നെ കുപ്പി ഉണ്ടെങ്കിൽ പിന്നെ അടപ്പ് കാണും. എന്നാ പോയി.
അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ എന്നെ തളർന്ന് ഒരു ഉപ്പാടായി വേർത്തുണ്ടോ. എനിക്കാണെങ്കിൽ വെള്ളം തയ്ക്കണം, നോമ്പും കൂടെയാണ്. ഇപ്പൊ ടൈം സമയം 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 അവിടെ 3:54. ഇനിയുണ്ട് പണികളൊന്നും തീർന്നില്ല. ഇനി ബാക്കി പണിയെടുക്കുമ്പോൾ വരാം. ഇപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കണം എല്ലാവരും വരും. ഇപ്പം തുടങ്ങിയത് നമ്മൾ രാവിലെ തുടങ്ങിയത് 11 മണിക്ക്. നീ നടക്കണ്ട, എണ്ണിയാതെ 1 2 3 4 5 6 7 8 9 10. പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ വെച്ചത്. അതെങ്ങനെ പൊട്ടിച്ചങ്ങോട്ട് അപ്പം എല്ലാം കൂടെ റെഡിയായി. ഇപ്പം പപ്പടവും കൂടെ പോയിന്ന് വെച്ച്. ഇനിയും കഴിഞ്ഞിട്ടില്ല സാധനങ്ങളെല്ലാം കാണിച്ചു. Yes, correct. അല്ലേ കൺഫ്യൂഷൻ ആയിപ്പോയി. അത് വെച്ചില്ല എന്ന്. മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി 1 2 മഞ്ഞ ചിക്കൻ മസാല ഉണ്ട്. ഇല്ലടി. ഒരു ചിക്കൻ, ഒരു മട്ടൻ, 3 ഐറ്റം കറിയെടുക്കും. കടുക്, തേയില, അണ്ടിപ്പരിപ്പ്, ഇവിടെ ഒന്നുമില്ല. നെയ്യ് എണ്ണ ഉണ്ട്. ഇറച്ചി മസാല. വെളുത്തുള്ളി വെളുത്തുള്ളി തക്കാളി, പിന്നെ നെയ്യ് പപ്പടം, നെയ്യുണ്ട്, എണ്ണ ഉണ്ട്.
ഒരു മസാല ഇട്. ഉപ്പ് വെച്ചാ നെയ്യ് വെച്ചല്ലോ. എല്ലാം വെച്ച് ആ ചാപ്പ് ഫിനിഷ്. മറ്റേ ദോശ എടുത്ത് ചെറിയ ചാക്ക് ഒരു നൂലെടുക്കണം. അവിടെ കാണുമല്ലോ നമുക്ക്. സവാള, കൊച്ചുള്ളി, കൊച്ചുള്ളി, വെളുത്തുള്ളി ഇട. ഉപ്പ് കണ്ടാണ് വെളുത്തുള്ളി. നീ അവിടെ നിന്ന് ഇഞ്ചി. ഞാൻ തക്കാളി ഇട്ടില്ല. അരി ഇട്ടില്ല, അരി ഇട്ടില്ല. അരി അതല്ല, ഇത് പഞ്ചസാര എവിടെ ഉപ്പ് ഉപ്പ് കഴി, കഴി. ഇനി ഞാൻ പറയാൻ പറ്റും. ഭക്ഷണം കിട്ടും. ഒരു മഞ്ഞപ്പൊടി ഇട്. മുളക് പൊടി ഇട്. മഞ്ഞപ്പൊടിയിതാ. മല്ലി എല്ലാം ഇട്. കടുക് വേപ്പിലിടണം. കടുക് തേയില അണ്ടിപ്പരിപ്പ് ഓരോ നീ തന്നിട്ടില്ലേ മുന്തിരി ചിക്കൻ മസാല, ഇറച്ചി മസാല ഇതെല്ലാം ഇട്ട്. നിന്ന് എടുത്തിട്ട് ഗരം മസാല ഇതാ, ഗരം മസാല നീ ഇട്ടുന്നേ. ഇട്ടില്ല. രണ്ടും ഒന്നാണോ? അല്ലല്ല. ഇതായി അണ്ടിപ്പരിപ്പ് നെയ്യ്. ഇത് വേണോ? തേങ്ങ വേണ്ട. അണ്ടിപ്പരിപ്പ് മുന്തിരി. മുന്തിരി. അത് ലാസ്റ്റ് ഇടാം. തക്കാളി പച്ചവളം ഇല്ല. ഇഞ്ചി ഇട്ടല്ലേ ഇത് തക്കാളി ഇടാം. ഇറച്ചി മസാല, പച്ചമുളക്, തൊണ്ടമുളക്, നെയ്യ്, എണ്ണ, പപ്പടം ഇട്. സൺഫ്ലവർ ഓയിൽ, മറ്റേ എണ്ണ. വെളിച്ചെണ്ണ. മതി താമസം. ഇവിടെ അരി രണ്ടെണ്ണ, വെളിച്ചെണ്ണ, പിന്നെ ഇറച്ചി മസാല രണ്ടെണ്ണ. അരി, പഞ്ചസാര, ഇനി ഉപ്പ് എവിടെ ഇരിക്കണേ? ഇതാ ഇരിക്കുന്നു. നെയ്യ് ഉപ്പ് എടുക്കല്ലേ. ഇതെല്ലാം എടുക്കും. മസാല. എവിടെ? ഇതാ ഉപ്പ്. പപ്പടം ഇതാ, പപ്പടം ഇതാ. ഇതാ. ഇതാ ഉപ്പും കൂടെ വെച്ചാ. ഇനിയാണ് ഉപ്പ്. ആ ഉപ്പ് വേണം. രണ്ട് ഉപ്പും കൂടെ. വച്ച ഉപ്പ് എണ്ണ, നെയ്യ്. എന്ത് മാത്രമേ ഉള്ളൂ. അരി, അരി, വെളുത്തുള്ളി, ഉപ്പായിരിക്കണം. ഉപ്പുണ്ടായിരുന്നു. ഇത് കൊടുത്തിട്ടോ നമുക്കിത് ചെയ്യണം. സംസാവാ ഇതെട്. നമ്മൾ ചെയ്യാൻ പോകണം. ഇത് ഞാൻ ചെറിയ കറക്റ്റ് ഇറക്കിയ കൊണ്ട ഞാൻ ആദ്യം വെച്ചു. അപ്പോൾ നീ എന്തിനാ കളിക്കാണ്ടാ? ഇവിടെ നിന്ന് എടുത്തു പോ. രണ്ടെണ്ണം ഉണ്ടാവുക. എല്ലാ എണ്ണം വരെ ചെറിയ പൊട്ടിച്ചു. ഇതാണോ? ഓ എല്ലാം വേണം. താഴെ നിറഞ്ഞി ഒരു സൈഡ് ഒതുക്കി. അണ്ടിപ്പരിപ്പ്, പെരിഞ്ചീരകം,
പപ്പടം. നെയ്യ് 2 ഒന്നും ടൈറ്റായിട്ട് അടിച്ചിട്ടില്ല. അത് കുഴപ്പമില്ല, അതിനകത്ത് കാണും. എണ്ണയൊക്കെ വന്നു. എണ്ണ നോക്കിയെടുക്കാൻ ഇപ്പൊ ജോലി ഇപ്പൊ അവിടെ 2 ചാക്കൊക്കെ എടുത്തിട്ട് വെക്കും. ഇത് പൊട്ടിക്കാ അപ്പൊ ഇപ്പോൾ ഇതാ കത്തിരി തടങ്ങി. ഉപ്പ് മുന്തിരി, കൊച്ചുജീരകം, പെരിഞ്ജീരകം, 2 എണ്ണ, ഒന്നും കൂടെ. ഇനി നമുക്ക് പണി എനിക്ക് തരാം. നോമ്പറക്ക സമയമായി. നമ്മൾ പാക്ക് ചെയ്തത്, ഇനി ഇത് പാക്ക് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് അടുത്ത നോമ്പ് തുറയ്ക്കുന്നത് പോകണം. അല്ല തളർന്ന് ഇപ്പം നോമ്പാന്ന് വിളിക്കും. എന്തിനുണ്ടാക്കി ഒന്നും ഉണ്ടാക്കിയില്ലേ? അതുകൊണ്ട് ഓ മൈ ഗോഡ്, വെപ്രാളത്തിൽ ഇന്നൊന്നുമില്ല. അയ്യോ എനിക്ക് വെള്ളം തയ്ക്കണേ. നിങ്ങൾ തളർന്ന് ഇവിടെ കിടക്കണം. ഒരു വഴിയായി ഉയർത്ത്. ഇനി നോമ്പ് തുറന്നിട്ട് ബാക്കി പരിപാടി. ഇനി നോമ്പ് തുറന്നിട്ട് കാണാം. സമയം താമസിച്ചെങ്കിലും എന്ത്, നമ്മളെല്ലാം സെറ്റാക്കി. അവിടെ ചിക്കൻ റോളും, ഇത് നമ്മൾ അന്ന് ആദ്യത്തെ നോമ്പിനുണ്ടാക്കില്ല ആ സാധനം, പേരൊന്നും ഇവിടെ സാധനം. അങ്ങനെ നമ്മൾ ആ നോമ്പ് തുറക്കണേ മുമ്പ് നോമ്പ് തുറ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെന്തായാലും പോലെ സെറ്റൊക്കെ ചെയ്തു. ഇനി കുറച്ച് ബാങ്ക് കുളിക്കും, അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. എല്ലാവരും നോമ്പ് തുറക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്നു. ബാങ്ക് കുളിക്കണം നോക്കിക്കൊണ്ടിരിക്കുന്നു, വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് അത് ആ പ്ലേറ്റ് എനിക്ക്. ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഞാൻ ബാങ്ക് കുളിക്കണേ. ജ്യൂസ് എനിക്ക് തണ്ണിമത്തൻ ആപ്പിൾ വാങ്ങിച്ചു. ഈ ജ്യൂസ് കഴിച്ചൊന്നുമില്ല. വെള്ളം ക്യാമറ ഇത് മാത്രമേ കഴിക്കോളാണേ, കഞ്ഞിയൊന്നും കുടിക്കില്ല. വീട്ടിലിരിക്കുന്നത് ഞാൻ എന്തെങ്കിലും നിങ്ങളെ കാണിക്കണം. എല്ലാരും തളർന്ന് ഇതാണ് നമ്മളെ പിസ്സ. നമ്മളെ റെസ്റ്റൊക്കെ കഴിഞ്ഞു. നമ്മൾ നോമ്പൊക്കെ തുറന്ന്
നമ്മൾ ബാക്ക് ടു പാക്കിങ്. പിന്നെ പാക്കിങ്ങിലേക്ക് കടന്നിരിക്കും. ഇനി ഇത്രയും സാധനം കൂടെ പൈന എല്ലാം കഴിയും. അത്രയും സാധനം കൂടെ പാക്ക് ചെയ്ത് തരാം. പാട്ടിലെ സ്റ്റീലൊന്നുമില്ല. പാട്ടിൽ പാക്കിങ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. കുറേ സാധനം കൊണ്ടുപോയി, കുറേ സാധനം കൊണ്ടുപോകാൻ വേണ്ടി വെച്ചിങ്ങനെ. റൈന റംസാനൊക്കെ പോയി. ഇവിടെ എല്ലാം ഒതുക്കി കഴിഞ്ഞ് തളർന്ന് എല്ലാം കഴിഞ്ഞ് ഇനി പോയി റെസ്റ്റ് എടുക്കാൻ പോയാൽ തളർന്ന്. അയ്യോ സംസാരമൊന്നും വഴുതണില്ല, ഇങ്ങനെ ഇപ്പം എല്ലാം കൂടെ ചവറ് പിടിച്ചെടുക്കണം. ബാക്കി നാളെ ഒതുക്കണമല്ലേ. ഇനി മുഖമൊക്കെ ഇരിക്കണമൊക്കെ വേർത്ത് കുളിച്ച് കരിപാടിച്ച് ഫാൻ്റെ കൂട്ടി കിടക്കാൻ ഒരു സുഖമാണ്. അപ്പം ഇനി എന്താണ് പരിപാടി എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഇതൊക്കെ തന്നെ പരിപാടി. അപ്പം നമ്മൾ കുറേ പേർക്ക് കൊടുക്കാൻ വേണ്ടി സുഫിയാനും അപ്പം പോയി. റൈനറാംസാനെ വന്ന് വിളിച്ചോണ്ടേ. അപ്പം നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, ഞാനും ഉമ്മച്ചിയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. പിന്നെ ഒന്നുമില്ല, പിന്നെ പോയി കിടന്നോളണം. ഇത്രയും തന്നെ പരിപാടി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്കും ബൈ. ഇതിൻ്റെ പേരെന്തിനായിരുന്നു മറന്നു. ഇത് പിസ്താഷ്യോ, ചോക്ലേറ്റ് വേഫർ, ബെൽജിയം പിസ്താഷ്യോ. ഞാൻ വീഡിയോ എടുത്തേ കൊള്ളോ. ഓ മറ്റേ ദുബായ് ചോക്ലേറ്റ് അല്ലേ. ദുബായ് ചോക്ലേറ്റ് ആണോ? ദുബായ് ചോക്ലേറ്റ് എന്തോന്നു